നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹരിജൻ യാത്ര അഥവാ പര്യടനം എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെ വെച്ചാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ഉത്തരം ന്യൂറൻബർഗിൽ വെച്ചിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ വിചാരണ ചെയ്യപ്പെട്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്? അതായത് പാരന്റ് റോക്കും മെറ്റാമോർഫോസ്ഡ് റോക്കും തന്നിട്ടുണ്ട്. അതായത് ആഗ്നേയശിലയും കായാന്തരിത ശിലയും തന്നിട്ടുണ്ട്. ഇതിൽ ഇൻകറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്ന ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഗ്രാനൈറ്റ് നീസ് കറക്റ്റാണ്. ലൈംസ്റ്റോൺ മാർബിൾ അതും ശരിയാണ്. ഷെയിൽ സ്ലേറ്റ് അതും ശരിയാണ്. ഇവിടെ തെറ്റായ ഉത്തരം എന്ന് പറയുന്നത് സാൻഡ്സ്റ്റോൺ ഷിസ്റ്റ് എന്നുള്ളതാണ്. ഷിസ്റ്റിൻ്റെ യഥാർത്ഥ പാരന്റ് റോക്ക് എന്ന് പറയുന്നത് ഷെയിലാണ്, സാൻഡ്സ്റ്റോൺ അല്ല. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, കമ്മി ധനസഹായം, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, നികുതി നയങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഫൈൻഡ് ഔട്ട് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ. അതായത് മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, ഡെഫിസിറ്റ് ഫിനാൻസിങ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ടാക്സേഷൻ പോളിസീസ്. ഏതൊക്കെയാണ് മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും ഉണ്ട്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 1 and 3. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അഥവാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 48A ഉണ്ട്, 51A ഉണ്ട്. അപ്പോൾ ഉത്തരം എന്താണ്? 2 and 3. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് 2 ആർട്ടിക്കിളിലും ഇത് തന്നെയാണ് പറയുന്നത്. ഇതിനെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? അഗ്നിസാക്ഷിയാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന പുസ്തകത്തിനാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചത്. മാച്ച് ദ ഫോളോയിങ്. കുറച്ച് ഡിവൈസസും അതിൻ്റെ ഫങ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ശരിയായിട്ടുള്ള പേരെന്ന് നമ്മൾ കണ്ടെത്തണം. ഇതിൽ നമുക്കറിയാം ഗേറ്റ് വേ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം 4 ഏതായിരിക്കും ഉത്തരം? 4A ആണ്. 4A വരുന്ന ഒരേ ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ, ഓപ്ഷൻ ഡി. അതായത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പം ഹബ് എന്താണ്? ഹബ് എന്ന് പറയുന്നത് ഇറ്റ് കണക്ട്സ് സെവറൽ കമ്പ്യൂട്ടേഴ്സ് ടുഗെദർ. റൂട്ടർ എന്താണ്? റൂട്ടർ കണക്ട്സ് ടു ഡിസിമിലർ നെറ്റ്വർക്ക്സ്. റിപ്പീറ്റർ എന്താണ്? റിപ്പീറ്റർ ആംപ്ലിഫൈസ് ദ സിഗ്നൽ ട്രാൻസ്മിറ്റഡ് ഓൺ എ നെറ്റ്വർക്ക്. ഗേറ്റ് വേ പിന്നെ എന്താണ്? ഹാൻഡിൽ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നെറ്റ്വർക്കിംഗ് ഡിവൈസസിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ യൂസ് എന്നൊക്കെ പറയുന്നത്. ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് ശരിയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ശരിയാണോ? ശരിയാണ്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായിട്ടും നടപ്പിലാക്കുന്നത്. അതും ശരിയാണ്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കാനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. അതും ശരിയാണ്. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. അതും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. വർഷത്തിലെ ആദ്യ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതായിരിക്കും? അതായത് ലീപ്പ് ഇയർ ഒഴികെയുള്ള ബാക്കി എല്ലാ വർഷത്തിലും ഒരു ദിവസം, അതായത് തുടക്കത്തിലെ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ ആ വർഷത്തിലെ തുടക്കത്തെ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ ആ വർഷത്തിലെ അവസാന ദിവസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെന്ത് തന്നെയായിരിക്കും? അതേ ദിവസം തന്നെയായിരിക്കും. അതായത് എന്താണ്? ഞായറാഴ്ചയാണ്. അതായത് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു വർഷത്തിലെ തുടക്ക ദിവസവും അവസാന ദിവസവും സെയിം ആയിട്ടിരിക്കും. ഞായറാഴ്ചയാണെങ്കിൽ എന്താണ്? അവസാന ദിവസവും എന്ത് തന്നെയായിരിക്കും? ഞായറാഴ്ച തന്നെയായിരിക്കും. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി? ക്വിക്ക്ലി എന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിലെ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അഡ്ജക്റ്റീവ് ആണോ, നൗൺ ആണോ, ആഡ്വർബ് ആണോ, വേർബ് ആണോ എന്ന്? ഏതാണ്? ക്വിക്ക്ലി എന്ന് പറയുന്നത് ഒരു ആഡ്വർബ് ആണ്. ശരിയായ പദം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി
ഓപ്ഷൻ ബി ആണ് ശരിയായ പദം എന്ന് പറയുന്നത്.